ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന നടത്താം എന്നാണ് വിചാരിക്കുന്നത്. നരകമെന്ന് പറയുന്ന ഒരു സ്ഥലമാണോ, സ്ഥലമുണ്ടോ, നരകത്തിൽ എന്ത് കാര്യങ്ങളാണ് നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. കാരണം നരകമെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്നും അവിടെ പാപികളെ പീഡിപ്പിക്കുവാൻ ഗന്ധക, തീപ്പൊയ്ക, നരകത്തിൽ ഒരിക്കലും ചാകാതെ കിടക്കുന്ന പുഴുക്കൾ, ഇങ്ങനെയെല്ലാം ഉണ്ടെന്ന് പല ക്രൈസ്തവരും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നരകമില്ലേ എന്ന് ചോദിച്ചാൽ നരകം ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. കാരണം ബൈബിളിൻ്റെ പല ഭാഗങ്ങളിലും പല പുസ്തകങ്ങളിലും നരകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ നരകമെന്നുള്ള ആ പ്രതിപാദന വിഷയം കൊണ്ട് അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോജനം എന്താണ്, അതിൻ്റെ നിഷ്പ്രയോജനം എന്താണ് എന്നുള്ള കാര്യം പലരുടെയും വിശ്വാസം പാപികളെ നിത്യമായി നരകത്തിൽ ദണ്ഡിപ്പിക്കുവാൻ ഒരുക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ ഉള്ള ഒരു വിവരണത്തിൽ അവിടെ നരകം സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഒരു ഉപമയെക്കുറിച്ച് കർത്താവ് വിശദീകരിക്കുന്നുണ്ട്. ആ ഉപമ നമ്മൾ ഒന്ന് ഓടിച്ചു വായിക്കുമ്പോൾ നരകമെന്നുള്ള വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. നരകമുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഉപമയെന്നാണ്. അപ്പം തന്നെ ഇത് ഉപമയല്ല, ഒരു സംഭവമാണെന്നും പറയുന്നവരുണ്ട്. അപ്പം ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ടു നോക്കി. ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കരുണയുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ.
ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇത് നരകമുണ്ടെന്ന് ഉള്ളതിൻ്റെ ഒരു തെളിവാണെന്നാണ് പറയാം. ധനവാനായ ഒരു മനുഷ്യൻ, അദ്ദേഹം പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് ആഡംബരത്തോടെ ജീവിക്കുന്നു. ഇതിന്റെ വിവരണം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഉപമയാണ്. ആ ധനവാന്റെ പടിപ്പുരയ്ക്കൽ അവന്റെ മേശയെങ്കിൽ നിന്ന് വീഴുന്ന ഭക്ഷണത്തിന്റെ ബാക്കികൾ തിന്ന് ജീവിക്കുവാൻ ലാസർ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ദരിദ്രനാണ് ലാസർ. മാത്രമല്ല ശരീരം മുഴുവൻ വ്രണമുള്ളവൻ. നായ്ക്കൾ വന്നവന്റെ വ്രണങ്ങൾ നക്കിക്കൊണ്ടിരിക്കും. അവൻ മരിച്ചപ്പോൾ അവനെ അബ്രാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കും. അപ്പൊ മേലോട്ട് നോക്കി അബ്രാമിന്റെ മടിയിൽ ലാസറിനെ കണ്ടു. അബ്രാം പിതാവേ, എന്നോട് കരുണയുണ്ടാകണം. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിനയക്കണം. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കും. അപ്പൊ ജ്വാല എന്ന് പറഞ്ഞതുകൊണ്ട് അത് നരകമാണെന്ന് എങ്ങനെ സങ്കല്പിക്കാൻ പറ്റും? ധനവാൻ പാതാളത്തിൽ യാതന അനുഭവിക്കും. ധനവാൻ പാതാളത്തിലും യാതന അനുഭവിക്കും. അപ്പോ ഈ ജ്വാല നരകമാണെന്ന് സ്ഥാപിക്കുവാൻ വേദപുസ്തകത്തിൽ മറ്റൊരു സൂചനകളുമില്ല. ധനവാൻ അനുഭവിക്കുന്ന യാതനകൾ അത് നരകത്തിൽ കിടന്ന് അനുഭവിക്കുന്ന യാതനകളാണെന്നുള്ളതിനും സൂചനയില്ല. ഒരു വേദഭാഗത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ മറ്റ് പല വേദഭാഗങ്ങളും അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. അല്ലാതെ ഒരാളുടെ മനസ്സിൽ തോന്നുന്ന ഒരഭിപ്രായം പറയുകയോ എഴുതി ചേർക്കുകയോ ചെയ്തുകൊണ്ട് അത് വേദപുസ്തകത്തിൻ്റെ ഉപദേശമാണെന്ന് സ്ഥാപിക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇവിടെ ധനവാൻ ആരാണെന്നും ലാസറാണെന്നും ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ധനവാൻ ഈ അനുഭവിക്കുന്ന യാതന എന്താണെന്ന് അറിയണം. ഇതിനെല്ലാം പ്രത്യേക കാലഘട്ടത്തിൽ ഇസ്രായേലിനും സംഭവിച്ച ദുരന്തങ്ങളെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. AD 70 ഇസ്രായേൽ വലിയൊരു പ്രവാസത്തിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറിപ്പോയി. ഇസ്രായേൽ ഒരു ജാതി അല്ലാതെ വണ്ണം ചിതറിപ്പോയി. അവർ ദൈവത്തെങ്കിൽ നിന്ന് അകന്നുപോയി. സകല ജാതികളാലും ഇസ്രായേൽ പീഡിപ്പിക്കപ്പെട്ടു ബഹുകാലം. അങ്ങനെ ഈ ബഹുകാലത്തെ യാതന, അവർ മറ്റുള്ള ജാതികളിൽ നിന്നും അനുഭവിച്ച പീഡകളാണ് ഇവിടെ പാതാളത്തിൽ അല്ലെങ്കിൽ ജ്വാലയിൽ കിടന്ന്
വേദനപ്പെടുന്നു എന്ന് പറയും. അപ്പൊ AD 70 ആരംഭിച്ച ഈ ശിക്ഷാകാലം അത് 1848 അവസാനിക്കുകയും ഇസ്രായേൽ സ്വദേശത്തേക്ക് മടങ്ങി വരികയും. അങ്ങനെ ഇസ്രായേലിൻ്റെ പീഡാകാലം അവിടെ അവസാനിച്ചു. ഇസ്രായേലിന് നേരിട്ട ഈ പീഡകൾ അവർ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതിൻ്റെ പേരിലുള്ള ശിക്ഷയാണെന്ന കർത്താവ് പറയുന്നത്. അപ്പൊ അവരുടെ ആ പീഡകളിൽ നിന്നും അവർക്ക് ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി അവർ ദൈവത്തോട് നിലവിളിച്ചു. അതാണ് അവരുടെ പാതാളത്തിൽ കിടന്നുള്ള ആ വേദന കാണിക്കുന്നത്. അപ്പൊ ഈ ഭാഗത്തു നിന്നും നരകമുണ്ടെന്ന് വിശ്വസിക്കാനും സ്ഥാപിക്കാനുമുള്ള യാതൊരു യുക്തിയും ഈ ഭാഗത്തില്ല. ഒരു പ്രയോഗം പാതാളമെന്നാണ്, മറ്റൊരു പ്രയോഗം ഈ ജ്വാലയിൽ കിടന്ന് എന്നാണ്. പാതാളം എന്ന് പറയുന്ന ശവക്കുഴിയാണ്. ധനവാൻ മരിച്ച് പാതാളത്തിൽ യാതന അനുഭവിക്കും. മരണമെന്ന് പറയുന്നത് ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരുന്നതാണ്. ഇവിടെ ഇസ്രായേലിൻ്റെ സംരക്ഷണം നഷ്ടപ്പെട്ടു, അതാ ഉണ്ടായിരുന്ന അവസ്ഥ. ആ സംരക്ഷണം മാറ്റപ്പെട്ടിട്ട് അവർക്ക് പിന്നെ ശിക്ഷയാ വരുന്നു. അതാണ് ഈ മാറ്റത്തെ കാണിക്കുന്നത്. അതാണ് ധനവാൻ മരിച്ചു എന്ന് പറഞ്ഞു. ലാസർ മരിച്ചു, അടക്കപ്പെട്ടു. ലാസർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ ശേഷം അവരുടെ വിളിയുടെ കാലത്തിൻ്റെ ശേഷം ജാതികൾക്ക് രക്ഷ വന്നു. അതാണ് ലാസറിനെ സ്വീകരിക്കുന്നത്. ഇതെല്ലാം AD 36 മുതലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരും. അത് AD 70 കാര്യങ്ങൾ വരും. അവിടെ മുതൽ പിന്നെ ഇസ്രായേലിൻ്റെ ശിക്ഷാകാലം അവസാനിക്കുമ്പോൾ അവർക്ക് യെരുശലേമിലേക്ക് മടങ്ങി വരാൻ പറ്റും. ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇവിടെ. പിന്നെ നമുക്ക് മറ്റൊരു വേദഭാഗം നോക്കാം. ലൂക്കോസ് 12:5 ഒന്ന് വായിച്ചേ. ലൂക്കോസ് 12:5 വായിച്ചു. പഴയ നിയമ പുസ്തകങ്ങളിൽ നമ്മൾ എവിടെ നോക്കിയാലും നരകമുണ്ടെന്ന് സ്ഥാപിക്കാൻ ഒരു വേദവാക്യമില്ല. പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ മാത്രമേ നരകമുണ്ടെന്ന് സ്ഥാപിക്കാവുന്ന വേദവാക്യം ഉള്ളൂ. അതിൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിച്ചു വരുമ്പോൾ അവിടെ നരകം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചിരിക്കണേ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത്? കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുന്നതാണ് അല്ലേ ഭയപ്പെടുക. ഇവിടെ കർത്താവ് ഒരു ലക്ഷ്യാർത്ഥം വെച്ച് സംസാരിക്കുക. നിങ്ങൾ എന്നെ ഭയപ്പെടേണ്ട. നിങ്ങൾ ആരെയാണ് ഭയപ്പെടേണ്ടത്? നിങ്ങൾ ശാസ്ത്രിമാരെയും പരീശന്മാരെയും ഭയപ്പെടേണ്ട. ശിഷ്യന്മാരോട് പറയാം, നിങ്ങളെ കൊന്നിട്ട് നരകത്തിൽ
തള്ളിക്കളയുവാൻ കഴിയുന്നവനെ, അല്ലെങ്കിൽ നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുക. അപ്പൊ നരകം എന്ന് പറഞ്ഞാൽ ഒരു നശീകരണ സ്ഥലമാണ്, അല്ലേ? നശീകരണ സ്ഥലമാണ്. അപ്പൊ ഇവിടെ കർത്താവ് ഉന്നം വച്ചിരിക്കുന്നത് ബെൻ ഹിന്നോം താഴ്വരയിൽ നടക്കുന്ന ഒരു നശീകരണ പ്രവർത്തനമാണ്. യെരുശലേമിൻ്റെ അതിരിലുള്ള ബെൻ ഹിന്നോം താഴ്വര, അത് ഹിന്നോം എന്ന് പറയുന്ന ഒരാളിൻ്റെ അവകാശ ഭൂമിയാണ്. യെരുശലേമിൻ്റെ അതിരിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു താഴ്വരയുണ്ട്, ബെൻ ഹിന്നോം താഴ്വര എന്നാ പറയാം. ആ ബെൻ ഹിന്നോം താഴ്വരയിൽ യെരുശലേം പട്ടണത്തിലെ മലിന പദാർത്ഥങ്ങൾ കൊണ്ട് തള്ളുന്ന സ്ഥലമാണ്. അവിടെ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഗന്ധകമിട്ടിരിക്കുക, ഗന്ധകമിട്ടിട്ട് തീ കൊടുത്തിരിക്കുക. അപ്പം അതിങ്ങനെ നിരന്തരം കത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ കുരിമലയിൽ വേസ്റ്റ് കത്തിക്കുന്നത് കരണ്ട് കൊണ്ട് അന്നേരം നശിപ്പിച്ച് കളയുക കംപ്ലീറ്റ്. ഇതങ്ങനെയല്ല, ഇത് ഈ താഴ്വരയുടെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അപ്പം അവിടെ തീയിട്ടിരിക്കുക. ഈ തീയെ കത്തിക്കുന്നത് ഗന്ധകമാണ്. ഗന്ധകം കൊണ്ട് തീ കെടിയല്ല, അതിങ്ങനെ ആളി പടർന്ന് കത്തിക്കൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ ഈ അവശിഷ്ടങ്ങൾ കൊണ്ടിടുമ്പോൾ ഈ തീയിൽ പെടാതെ കിടക്കുന്ന അവശിഷ്ടങ്ങൾ എന്തു ചെയ്യും? അത് പുഴുക്കൾ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അവിടെ നശീകരണ പ്രവർത്തനം നടക്കും. തീയും പുഴുക്കളും കൂടി ചെയ്യുന്ന പ്രവർത്തനം നശീകരണ പ്രവർത്തനമാണ്. അപ്പൊ ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുക. ദേഹവും ദേഹിയും നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ നാശമാണ്. ഏതൊരു മനുഷ്യൻ്റെ ജീവനും ശരീരവും മൊത്തം നശിപ്പിക്കപ്പെടുക. പക്ഷെ ഇവിടെ ശിഷ്യന്മാരെ സംബന്ധിച്ച് ദേഹിയെ കൊല്ലാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുവാൻ ആർക്ക് കഴിയും? ഈ ശത്രുക്കൾക്ക് കഴിയും. പക്ഷെ ദേഹിയെ കൊല്ലുവാൻ കഴിയില്ല. അപ്പൊ ദേഹി എന്ന് പറഞ്ഞാൽ ജീവൻ എന്നുള്ള അർത്ഥമുണ്ട്, മനസ്സ് എന്ന അർത്ഥമുണ്ട്. ദേഹി എന്ന് പറയും. ദേഹി എന്ന് പറഞ്ഞാൽ ദേഹത്തോട് കൂടിയതെന്നാ. ദേഹത്തിലുള്ളത് ദേഹി. അത് ദേഹത്തിലുള്ളത് എന്താ? ദേഹത്തിലുള്ളത് ജീവനാ, അല്ലേ? പിന്നെ ദേഹത്തിലുള്ളതല്ലേ മനസ്സ്. അപ്പൊ അപ്പോസ്തലന്മാരുടെ ഈ ശരീരങ്ങളെ നശിപ്പിക്കാൻ ഇവർക്ക് കഴിയും. എന്തിൻ്റെ പേരില? കർത്താവിനോടുള്ള ഭക്തിയുടെ പേരിൽ ശിഷ്യന്മാരെ കൊല്ലുവാൻ അവർക്ക് കഴിയും. പക്ഷെ അവരുടെ ദേഹിയെ കൊല്ലാൻ കഴിയില്ല. ദേഹി എന്ന് പറഞ്ഞാൽ അവരുടെ പുതിയ മനസ്സാണ്. അതിനെ കൊല്ലുവാൻ ഇവർക്ക് കഴിയില്ല. അപ്പൊ ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുക. അത് യഹോവയെ ഭയപ്പെടുക എന്നവർ. അപ്പൊ അവിടെ നരകം എന്നുള്ളതിന് ചേർക്കേണ്ട പദം ഏതാ? ഗീഹന്ന എന്ന പദം ചേർക്കണം. ഗീഹന്ന. ദേഹിയെയും ദേഹത്തെയും ഗീഹന്നായിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുക. ഈ മലയാളം വേദപുസ്തകത്തിൽ നരകമെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന
2-3 പദങ്ങളുണ്ട്. ഒന്ന് ഗീഹന്നയാണ്, നരകമെന്ന് പരിഭാഷപ്പെടുത്തി. മറ്റൊരു പദം ടാർട്ടറൂസ് എന്ന് പറയുന്ന ഒരു പദമാണ്. ടാർട്ടറൂസ് അത് ദൂതന്മാരെ അനുസരണം കെട്ട ദൂതന്മാരെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമെന്നാണ്. 2 പത്രോസ് എടുത്തേ. 2 പത്രോസ് 2-4-10 വാക്യങ്ങൾ. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ടു നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം നരകത്തിലാക്കി അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചു. നരകം, അവിടെ നരകമെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന പദം ടാർട്ടറൂസ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം എന്ന് അതിൻ്റെ അർത്ഥം. ദൂതന്മാരെ, പാപം ചെയ്ത ദൂതന്മാരെ അവരെ അന്തരീക്ഷത്തിലാക്കിയിരിക്കുന്നു എന്നാണ്. നരകത്തിലാക്കിയെന്ന് പറയുമ്പോൾ അത് ഭൂമിയിലാണെന്ന് പറയും അല്ലേ? ഭൂമിയിലാണെന്നല്ലേ വരും നരകം. ഇവിടെ ഭൂമിയെ വിട്ടിട്ടാ അവരെ ആക്കിയിരിക്കുന്നത്, അന്തരീക്ഷത്തിലാക്കി. അവിടെ ഈ ഗീഹന്നയും വരുന്നില്ല, നരകവും വരുന്നില്ല. ആ ടാർട്ടറൂസ്, അന്തരീക്ഷം എന്നുള്ള പദം തന്നെ വെക്കേണ്ടതാണ്. പിന്നെ അതിന്റെ 10-ാം വാക്യം നോക്കി. ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. അപ്പോ ഈ ദൂതന്മാരെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാൻ അറിയുന്നുവല്ലോ. ന്യായവിധി ദിവസത്തിൽ ഒരാളെ ദണ്ഡിപ്പിക്കുകയാണ്. അപ്പൊ ന്യായവിധി എന്താണ്, ന്യായവിധി ദിവസം എന്താണെന്ന് അറിയണം. ഇപ്പൊ നമ്മുടെ കോടതികളിൽ ന്യായവിധി നടക്കുന്നുണ്ട് അല്ലേ? 2 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നത്തിന് ഒരു കേസ് കൊടുത്തിട്ട് ഒരു ഡേറ്റ് വെച്ച് ജഡ്ജി നമ്മളെ വിളിക്കും. അപ്പൊ ഇരു കൂട്ടരെ ന്യായം വിധിക്കും. അവിടെ ന്യായം വിധിക്കുന്നത് എങ്ങനെയാ? ദണ്ഡിപ്പിക്കുകയാണോ? അല്ല, കാര്യകാരണങ്ങൾ ചോദിച്ച് പരസ്പരം മനസ്സിലാക്കുക അല്ലേ? അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി ഈ ശിക്ഷയുടെ അല്ലെങ്കിൽ ഈ കാര്യത്തിൻ്റെ തീരുമാനം ഒരാൾക്ക് അനുകൂലമാവും, ഒരാൾക്ക് പ്രതികൂലമാവും അല്ലേ? അപ്പൊ അവിടെ ദണ്ഡനമൊന്നും വരുന്നില്ല. അപ്പൊ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനല്ല, ന്യായവിധി ദിവസത്തിലെ പ്രതിഫലത്തിനായി സൂക്ഷിച്ചിരിക്കുന്നു. ആ പ്രതിഫലം ചിലപ്പോൾ അനുകൂലമാകാം, അല്ലെങ്കിൽ പ്രതികൂലമാകാം. അനുകൂലമാണെങ്കിൽ ജീവൻ പ്രാപിക്കാം, പ്രതികൂലമാണെങ്കിലോ ജീവൻ നഷ്ടപ്പെടും. അപ്പൊ അവിടെ ദണ്ഡനമെന്ന വെച്ചിരിക്കുന്നു. അവിടെ ദണ്ഡനം എന്ന് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? മുകളിൽ നരകം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നരകത്തിലേക്കുന്നല്ലേ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതേ ആശയം വരാൻ വേണ്ടിയിട്ടാണ് താഴെ ദണ്ഡനം എന്ന് വെച്ചു. നരകത്തിൽ ദണ്ഡിപ്പിക്കുകയല്ലേ, തീയും പുഴുക്കളും ചേർന്ന് പാപികളെ ദണ്ഡിപ്പിക്കുകയല്ലേ. അപ്പൊ ഇത് പരിഭാഷ ചെയ്തിരിക്കുന്ന ആളുകൾ ഇതേ അബദ്ധവിശ്വാസമുള്ളവരാണ് ഇത് പരിഭാഷ ചെയ്തിരിക്കുന്നത്. സത്യവിശ്വാസമുള്ളവരല്ല ഇത് പരിഭാഷ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആ വിശ്വാസത്തിന്റെ ഇംഗിതം അനുസരിച്ച് വേണ്ട വാക്കുകൾ അവർ ഇവിടെ ചേർത്തിരിക്കുകയാണ്. അപ്പൊ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനം, ന്യായവിധി ദിവസം നടക്കുന്നത് ദണ്ഡനമല്ല, അവിടെ ന്യായമായ വിധിയാണ് നടക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടും
ഒരു നിത്യദണ്ഡന സ്ഥലമായ നരകം കൊണ്ടെന്ന് സ്ഥാപിക്കാൻ ഒരു ന്യായവും ഇല്ല. പിന്നെ മറ്റൊരു വാക്യം നമുക്ക് നോക്കാം. മത്തായി 25:41. മത്തായി 25:41 വാക്യം എങ്ങനെയാ വായിക്കണം നോക്കി. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകും. ഇവിടെ കർത്താവിന്റെ രണ്ടാം വരവിന്റെ കാലത്ത് സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കും. അപ്പോ ഇടത്തുള്ളവർക്ക് അനുഗ്രഹവും ഇടത്തുള്ളവർക്ക് ശിക്ഷയും വലത്തുള്ളവർക്ക് അനുഗ്രഹവും കൊടുക്കും. അപ്പൊ ഇടത്തുള്ളവരോട് എന്താ പറഞ്ഞേ? പിശാചിനും പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ഇതും ഗീഹന്ന എന്നുള്ള പദമാണ് അവിടെ വേണം. നിത്യാഗ്നി എന്ന് പറഞ്ഞാൽ ഗീഹന്ന എന്നുള്ള പദം അവിടെ മതി. അവിടെ യെരുശലേമിൻ്റെ പട്ടണത്തിലെ ആ മലിന പദാർത്ഥങ്ങൾ നശിപ്പിക്കുന്നത് ഇങ്ങനെയല്ലേ? അവിടെ തീ കെടുന്നില്ല, പുഴു ചാകുന്നില്ല. അത് നിത്യാഗ്നിയാണ്. അതൊരു പ്രതീകമാണ്. അതിൻ്റെ ഒരു അക്ഷരാർത്ഥം എന്ന പോലെ സഹസ്രാബ്ദത്തിൻ്റെ ഒടുവിൽ പിശാചിനെയും അവൻ്റെ ദൂതന്മാരെയും നിത്യമായി നശിപ്പിച്ചു കളയും. അപ്പോൾ അവിടെ നിത്യാഗ്നി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈഹന എന്നുള്ള പദം തന്നെയാണ് അവിടെ. അപ്പൊ ഇവിടെ അഗ്നി ചെയ്യുന്ന പ്രവൃത്തി നിശേഷം നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ജീവനുള്ളതായിട്ട് ഒരു വസ്തുവും അവിടെ അവശേഷിക്കുന്നില്ല. മത്തായി 18:8-9 വാക്യം വായിക്കും. മത്തായി 18:8-9. നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. രണ്ട് കൈയും രണ്ട് കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. രണ്ട് കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. അപ്പൊ മതി. ഒന്ന് കാല് നമ്മുടെ നടപ്പാണ്, നമ്മുടെ നടപ്പ്. നിന്റെ കാല് നിനക്ക് ഇടർച്ചയാണെങ്കിൽ, വിശ്വാസിയായ ആളെ സംബന്ധിച്ച് കാലിടർച്ചയാണെങ്കിൽ അതിനെ വെട്ടി കളയണം. കാരണം രണ്ട് കാലുള്ളവനായി ഈ ഗീഹന്നയിലേക്ക് പോകുന്നതിൽ ഭേദം ഒറ്റക്കാലുള്ളവനായി ജീവനിൽ കടക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഒരു കണ്ണ് നമുക്ക് ഇടർച്ചയാണെങ്കിൽ
ആ കണ്ണിനെ തുരന്നെടുത്തിട്ട് കളയണം. അപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ ജീവനിൽ കടക്കാൻ പറ്റും. അപ്പൊ ഒരു കണ്ണും ഒരു കാലും ഇടർച്ചയാണെങ്കിൽ അത് എടുത്തു കളയും. എടുത്തു കളഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം? അത് ജീവന് യോഗ്യനായി തീരുകയല്ല, ഇടർച്ചയല്ലേ ഒന്നിന്. അപ്പോൾ ഒരു കണ്ണും അങ്ങ് കളഞ്ഞ് ഒരു കാലും അങ്ങ് കളഞ്ഞു. അപ്പോൾ ആ ഇടർച്ചകളെല്ലാം മാറി, ക്ലിയറായി. അപ്പോൾ എന്ത് പ്രാപിക്കാം? ജീവൻ പ്രാപിക്കാം. ഇത് എടുത്തു കളഞ്ഞില്ലെങ്കിലോ? ആ കണ്ണും കളയുന്നില്ല, ആ കാലും കളയുന്നില്ലെങ്കിൽ അത് പ്രശ്നമായി. അപ്പൊ അവനെ എന്ത് ചെയ്യും? അവനെ ദൈവരാജ്യത്തിന് കൊള്ളരുതാത്തവനായി പ്രഖ്യാപിച്ചിട്ട് അവനെ എവിടെയിടും? ഗീഹന്നയിലിടും, ഇല്ലേ? അതാ അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഇത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ജീവനിലേക്ക് പ്രവേശിക്കുന്നവര് കാലില്ലാത്തവരും കണ്ണില്ലാത്തവരും ആണെന്നാണ് അതിൻ്റെ അർത്ഥം. സ്വർഗരാജ്യത്തിൽ കിടക്കുന്നവർക്ക് ഒരു കാല് കാണിയല, ഒരു കണ്ണ് കാണിയല, അങ്ങനെയാണോ? അല്ല. അപ്പൊ ഇതൊന്നും അക്ഷരാർത്ഥത്തിലുള്ള കാര്യങ്ങളല്ല. ഗീഹന എന്ന് പറയുന്നതും നരകം എന്ന് പറയുന്നതും ഈ ടാർട്ടറൂസ് എന്ന് പറയുന്നതും ഒക്കെ അക്ഷരാർത്ഥത്തിലുള്ള കാര്യങ്ങളല്ല. അത് ഓരോ അവസ്ഥകളെ സൂചിപ്പിക്കുന്നതാണ്. ആ അവസ്ഥകൾക്കാണ് മാറ്റം വരേണ്ടത്. ഇതിൻ്റെ എല്ലാം ഈ വാക്യങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ നിത്യദണ്ഡനമായി ദണ്ഡിപ്പിക്കുവാൻ, പാപികളെ എക്കാലം ഇടുവാൻ നരകം എന്ന് പറയുന്നൊരു സ്ഥലം എവിടെയോ പാതാളത്തിലോ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ പഠിപ്പിക്കുന്നതിൽ എന്തോരം മൗഢ്യവും വിഡ്ഢിത്തരമാണുള്ളത്. ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് പോലും തെളിയിക്കുന്നതായ ഒരു കാര്യങ്ങളും വേദപുസ്തകത്തിലില്ല. പഴയ നിയമ പുസ്തകങ്ങളൊന്നും ഇങ്ങനെയുള്ള നരകങ്ങളെക്കുറിച്ച് പറയുന്നില്ല. പുതിയ നിയമത്തിൽ മാത്രമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ പദങ്ങൾ ഇതിൽ വന്ന് കയറിയത് എന്നുള്ളതാണ്. നരകമെന്ന് എബ്രായ മൂലത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ എബ്രായ മൂലത്തിൽ ഷിയോൽ എന്നുള്ള പദമാണ് ഗ്രീക്ക് ഭാഷയിൽ ഹേഡീസ് എന്ന് വെച്ചിരിക്കുന്നത്. ഷിയോൽ എന്ന് പറഞ്ഞാൽ ശവക്കുഴി എന്ന അർത്ഥം. ആ ശവക്കുഴിയെ അതേപടി സൂചിപ്പിക്കുന്ന ഗ്രീക്ക് പദമാണ് ഹേഡീസ്. ഹേഡീസിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തിരിക്കുന്നത് ഗ്രേവ് എന്നാണ്. ഗ്രേവ്, കുഴി, കുഴി എന്നൊക്കെ പറയും. ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് പരിഭാഷ വന്നപ്പോ ഈ പദങ്ങൾക്ക് തത്തുല്യമായ പദം വരുന്നതിന് പകരം പരിഭാഷാകർത്താക്കൾ അവരുടെ ഇംഗിതത്തിനും വിശ്വാസത്തിനും അനുസരിച്ച പദങ്ങൾ പകരം ചേർത്തു. ഷിയോൽ, ഹേഡീസ്, അതിനെ ഇംഗ്ലീഷിൽ കുഴി എന്നും. മലയാളത്തിൽ വന്നപ്പോ കുഴിക്ക് പകരം പാതാളമെന്നും നരകമെന്നും പരിഭാഷ ചെയ്തു. അങ്ങനെയാണ് മലയാള പുസ്തകത്തിൽ പാതാളവും നരകവും വന്നിരിക്കുന്നത്. എന്നാൽ ചില പരിഭാഷയിൽ കുഴി, ശവക്കുഴി എന്ന് പരിഭാഷ ചെയ്തിട്ടുണ്ട്. അതാ കറക്റ്റ്, ശവക്കുഴി എന്ന് പരിഭാഷ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴുള്ള പുതിയ ഭാഷാന്തരങ്ങളിലൊക്കെ ശവക്കുഴി എന്ന് തന്നെ പരിഭാഷ. നരകം ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ വിഡ്ഢിത്തരം മനസ്സിലായി തുടങ്ങി ഇപ്പോൾ
പണ്ഡിതന്മാർക്ക്, ഭാഷാ പണ്ഡിതന്മാർക്ക് അതിൻ്റെ വിഡ്ഢിത്തരം മനസ്സിലാക്കി. അതുകൊണ്ട് ഇപ്പോൾ ശവക്കുഴി എന്നൊക്കെയാ പരിഭാഷ വരുന്നത്. കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അല്ലാതെ തന്നെ ഈ നരകം തന്നെ പൊക്കോളും. ഈ ഹെൽ എന്ന് പറയുന്ന നരകം അല്ലാതെ തന്നെ പോയിക്കൊള്ളും. പിന്നെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുമ്പോൾ തീയും ഗന്ധകവും കത്തുന്ന പൊയ്ക എത്രയെന്ന് പറയുന്നുണ്ടല്ലോ. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 10-ാം വാക്യം. അവരെ വഞ്ചിച്ച പിശാചനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. പിന്നെ 15-ാം വാക്യത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പൊ മൃഗത്തെയും കള്ളപ്രവാചകനെയും ഗന്ധക തീപ്പൊയ്കയിൽ തള്ളിയിടും. പിന്നെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. 21-ന്റെ 8-ാം വാക്യത്തിന്റെ അവസാനം എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. ഉണ്ടോ? അപ്പൊ രണ്ടാമത്തെ മരണത്തിൽ നിന്ന് മോചനമില്ല. അത് നിശേഷം നശിപ്പിക്കലാണ്. ഇവിടെ തന്നെ ഇതും തീയും ഗന്ധകവും അതാ ചെയ്യുന്നത്. ഗൻഹിന്നോം താഴ്വരയിലും അത് തന്നെയാണ്. നിശേഷം നശിപ്പിക്കുക മലിന പദാർത്ഥം. അപ്പൊ ഈ മലിന പദാർത്ഥങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താ? ദൈവത്തിനും ക്രിസ്തുവിനും ദൈവത്തിന്റെ വചനങ്ങൾക്കും യോജിക്കാത്തവരെ, മാനസാന്തരപ്പെടാത്തവരെ നിശേഷം നശിപ്പിച്ചു കളയുമെന്ന് സൂചിപ്പിക്കാനാണ് ഈ ബെൻഹിന്നോം താഴ്വരയിലെ സംഭവങ്ങളിൽ കൂടി കർത്താവ് ലക്ഷ്യാർത്ഥമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും. അതല്ലാതെ ഈ അനുസരണമില്ലാത്ത പാപികളെ ഇങ്ങനെ ദീർഘകാലം ഇങ്ങനെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിയമവ്യവസ്ഥ ദൈവത്തിൻ്റെ പദ്ധതിയിലില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന അതിനെ ഊരോടെ വെച്ചിരുന്നുകൊണ്ട് ഇഞ്ചിഞ്ചിഞ്ചായിട്ട് കൊല്ലുക, അതിനെ പീഡിപ്പിച്ചുകൊണ്ട് പീഡനം കണ്ട് രസിക്കുക, ഇതൊക്കെ മനുഷ്യന് തോന്നുന്ന കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നിശേഷമായ നാശം, അതാണ് തീയും ഗന്ധകവും കത്തുന്ന പൊയ്ക. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അപ്പൊ ഈ വാക്യങ്ങളെല്ലാം കൂട്ടിവെച്ച് ചേർത്ത് പഠിച്ചാലും പാപികളെ പീഡിപ്പിക്കാനൊരു അജ്ഞാതമായ ഒരു സ്ഥലമുണ്ടെന്നും അവിടെ നിത്യദണ്ഡനത്തിനായി ആളുകളെ ഇടുവാണെന്നും ഒക്കെ പറയാൻ ഒരുത്തനും സാധിക്കാവുന്ന കാര്യമല്ല. അത് വെറുതെ അന്ധവിശ്വാസമായിട്ടും ദുർവ്യാഖ്യാനമായിട്ടും പറഞ്ഞ് ഫലിപ്പിച്ച് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഉപദേശങ്ങളാക്കി തീർക്കാനേ പറ്റൂ. കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അതിൽ കൂടിയ ഒരു ശിക്ഷ ദൈവം വെച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവനാണ് ഏറ്റവും വലിയത്. ആ ജീവൻ നഷ്ടപ്പെടുകയില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ ശിക്ഷ. അപ്പം ഈ
ലക്ഷ്യാർത്ഥങ്ങളെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചില ഊഹാഭോഗങ്ങളൊക്കെ ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ കഴിയും. ഇതിങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് സ്ഥാപിക്കാൻ ആർക്കും ഒരിക്കലും സാധിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ വേദപുസ്തകം അതിൻ്റെ സത്യങ്ങളെ വെളിപ്പെടുത്തുന്നതിൽ ചില ലക്ഷ്യാർത്ഥങ്ങളെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് നരകഭയം ഒഴിവാക്കിയിട്ട് ദൈവത്തോടും ക്രിസ്തുവിനോടുമുള്ള സ്നേഹം മനുഷ്യൻ വളർത്തിയെടുക്കുകയും അങ്ങനെ അതിൽ കൂടെ വിശ്വാസം വളർത്തുകയും ആ വിശ്വാസത്തിൻ്റെ ഫലമായി ദൈവത്തോട് ക്രിസ്തുയേശുവിൽ കൂടെ നിത്യജീവൻ എന്ന അനുഗ്രഹം പ്രാപിപ്പാനും ഇടയാകും. രണ്ട് പ്രമാണങ്ങളുള്ളൂ, ഒന്നുകിൽ ജീവൻ അല്ലെങ്കിൽ മരണം. ഇതാണ് ന്യായവിധിയിൽ നടക്കുന്നത്. ജീവൻ കൊടുക്കുക അല്ലെങ്കിൽ നിശേഷം നശിപ്പിക്കുക. ഇതിലപ്പുറമായിട്ടൊരു ശിക്ഷാനിർണയം വേദപുസ്തകത്തിൽ ഇല്ല.